SM ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്ന് ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള യുവാക്കൾ, അതായത് കാൻഡിഡേറ്റ്സിന് കേരളത്തിൽ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, സർവൈവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, നല്ലൊരു ഗ്രോത്തിൽ എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ സ്മാർട്ട് ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് തരാം. പക്ഷെ അതിന് നിങ്ങളുടെ സൈഡിൽ നിന്നും ഒരുപാട് സപ്പോർട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് സപ്പോർട്ടിനേക്കാൾ ഉപരി എഫേർട്ടും ഉണ്ടായാലാണ് ഈ സംഭവം വർക്കാവും. അതായത് ഇപ്പൊ ഒരു ജിമ്മിന് നമ്മൾ പോകുമ്പോൾ 1000 രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ മസിൽമാൻ ആവില്ല. നമ്മൾ 1000 രൂപ കൊടുക്കുന്നതിന്റെ കൂടെ നമ്മൾ സെൽഫായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഇതേപോലെ തന്നെ സ്മാർട്ട് ന്യൂസിലേക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ പേ ചെയ്യുന്ന നേരത്ത് നിങ്ങളും അതിന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങളുടെ CV അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ബെറ്റർ ജോബ് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വേറെ ഹാഫ് സാലറി ചാർജ് ഒന്നുമില്ല. നിങ്ങളുടെ CV കറക്റ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് തന്നിട്ടായിരിക്കും ചെയ്യണം. സോ ഡിസ്കഷനിലേക്ക് കിടക്കാം. അതിനെ കുറിച്ച് നിനക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തില് നിന്നുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ജോബ് സീക്കറിനെ സംബന്ധിച്ച് അവർക്കൊരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇതൊക്കെ കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? കേരളത്തിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അതിന്റെ ഒരു കാര്യം പറയാം. അതായത് എന്റെ മുമ്പിൽ ഒരു കാൻഡിഡേറ്റ് വന്നു. ഈ കാൻഡിഡേറ്റ് 32 വയസ്സോ 35 വയസ്സോ സംതിങ് ഉണ്ട് പുള്ളിക്ക്. അപ്പൊ ഇത്രയും ഏജ് ഉള്ള ഒരാള് ഇപ്പോഴും ആള് ഒരു കരിയറിൽ ഫിക്സ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇത് ഫിക്സ് ആവാത്തതിന്റെ കാര്യം, ആൾക്ക് ഒരു ഡെവലപ്മെന്റ് കാണാൻ പറ്റുന്നതിന്റെ കാരണം ആള് പോകുന്ന ആ ഒരു റൂട്ട് മാപ്പ്, അതായത് ആളുടെ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് എന്താ പറയാ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ആരാണെന്നുള്ളത് ഇപ്പോഴത്തെ യുവാക്കളെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും ചെയ്യണില്ല. അപ്പൊ 20-22 വയസ്സാകുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവണം ഞാൻ ആരാവാൻ ആഗ്രഹിക്കുന്നു, എന്റെ പാഷൻ എന്താണെന്നുള്ളത്. അത് തിരിച്ചറിയാത്തോളം ഒരു കുട്ടിക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് വളരാൻ പറ്റില്ല. പക്ഷെ ആരും വളരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. വളരുന്ന ഒരുപാട് യുവാക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ബിസിനസ് ചെയ്യുന്നവർ, ജോലിക്ക് പോകുന്നവർ. പക്ഷെ അവര് അറിഞ്ഞോ അറിയാതെയോ വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ അവരാരാവണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് അത് കൃത്യമായിട്ട് അവർക്ക് എന്തായി തിരിച്ചറിവ് കിട്ടി. അതാണ് അതിന് വളരാനുള്ള കാരണം. അല്ലാത്ത പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പറ്റില്ല. 30 വയസ്സായിട്ട് ഒരാൾക്ക് തിരിച്ചറിവുണ്ടാകുന്നത് അതിനുള്ളിൽ പല ജോലിയിലും മാറി കയറി അവരൊക്കെ ഫോക്കസ് ചെയ്യുന്നത് സാലറിയാണ്. അതാണ് എനിക്ക് ഇഷ്ടം. സാലറിയുടെ ഉപരി അവരുടെ ഡ്രീമും ഗോളും ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് കേരളത്തിൽ വളരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഇഷ്ടം പോലെ കമ്പനീസും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഇത് ചോദിച്ചോട്ടെ, നമുക്കിത് എങ്ങനെ മെഷർ ചെയ്യാം? നിനക്കറിയാമോ? നിനക്ക് എങ്ങനെ നിന്റെ കരിയർ ഗ്രോത്ത് നിനക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്? കരിയർ ഗ്രോത്ത് മെഷർ ചെയ്യാന്ന് പറയുന്നത് ആദ്യത്തെ തോട്ടിൽ ആലോചിക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാലറിയുടെ ബേസിലാണ്. അതായത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട്, അത് പിന്നെ ഇൻക്രിമെന്റ് വരുന്നു. അത് ചില കമ്പനിയിൽ ഇയർലി ഇൻക്രിമെന്റ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ഇനി ഇതല്ലെങ്കിൽ 3 months പീരീഡിൽ പോലും, ചെറിയ ഡ്യൂറേഷനിൽ പോലും അവരുടെ സാലറി ഹൈക്ക് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ അവരുടെ സാലറി എന്നുള്ളത് ബേസിക് സാലറിയിൽ പെട്ടെന്ന് വ്യത്യാസം വരുന്നില്ലെങ്കിലും അവർക്ക് ഇൻസെന്റീവുകളായിട്ട് വലിയ എമൗണ്ടിലേക്ക് എത്തുക എന്നുള്ളതിന്റെ മുകളിലാണ് കുറെ പേര് ഈ ഒരു കരിയറിന്റെ ഒരു ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കാര്യം ഉണ്ടായിട്ട് പോലും പല കമ്പനീസും ഈ പറഞ്ഞ പോലെ സാലറിയിലേക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവര് ഇവിടുന്ന് നാട്ടിലൊക്കെ കാലിക്കറ്റും അതുപോലെ എറണാകുളം, ഈവൻ തൃശ്ശൂരൊക്കെ ഉള്ള കമ്പനീസ് തന്നെ ഹ്യൂജ് എമൗണ്ട്, അതായത് അബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്നതിനോട് ചെറിയൊരു വ്യത്യാസത്തിൽ പോലും സാലറി കൊടുത്തിട്ടും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ അവിടെ ഇത് മാത്രമല്ല മെഷറിംഗ് എലമെന്റ് അല്ല. അപ്പൊ അതിലെന്താണ് എന്നുള്ളതിനെ പറ്റി ഞാൻ കുറെ ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ബീങ് എംപ്ലോയി എന്നുള്ളതുകൊണ്ടും അല്ലെങ്കിൽ എന്റെ ഒരു പേഴ്സണലി അറിയണം, കാരണം ഇനി വരുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ. അപ്പൊ അതിന്റെ ഒരു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് അയാള് നിൽക്കുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പേഴ്സണൽ ഗ്രോത്ത് കൂടെ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഒരു കാര്യം തന്നെയാണ്. പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഡ്രീമുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഗോൾസുമായിട്ടോ കണക്റ്റഡ് ആണ്. അതിനെ നർച്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിൽ മാത്രമാണ് ഒരാൾക്ക് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ പക്ഷെ എത്ര സാലറി അവർക്ക് കൊടുത്തു കഴിഞ്ഞാലും അവർ പറയോ ഭയങ്കര പ്രഷറാണ്, ഒരു സ്ട്രെസ് ഇല്ല, അല്ലെങ്കിൽ സ്ട്രെസ് കൂടുതൽ. അങ്ങനെ അതാണ് എനിക്ക് തോന്നിയ 2 എലമെന്റ്സ്. ഇനി എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാം? കരിയർ ഫോക്കസ് ചെയ്യാനായിട്ട് അതായത് ഒരു കാരണവശാലും കരിയർ ഫോക്കസ് ചെയ്യേണ്ടത് 30 വയസ്സിലല്ലല്ലോ. നമ്മളൊരു പഠനം കഴിഞ്ഞ് ഡിഗ്രിയോ ബിടെക്കോ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതിൽ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണം കരിയർ ഫോക്കസ് ചെയ്യാൻ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മുടെ തുണിക്കടകളിൽ 22 വയസ്സും 23 വയസ്സുള്ള
പിള്ളേരുകൾ വളരെ ഫ്രീക്കൊക്കെ ആയിട്ട് നിൽക്കണ കാണാൻ പറ്റും. അതെന്താ കാരണം നിങ്ങൾക്കറിയാം? അല്ല അല്ല അല്ല, അതായത് അവരങ്ങനെ നിൽക്കണതിന്റെ കാര്യം എന്ന് പറയുന്നത് അവര് പഠിച്ച ഫീൽഡ് ചിലപ്പോ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആവും, അല്ലെങ്കിൽ അവർ പഠിച്ചത് ഡിപ്ലോമ IT, അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് സിവിലായിരിക്കാം. ഈ സിറ്റുവേഷനിൽ ഇവൻ ഒരു 21 വയസ്സ് തൊട്ട് ഇവന്റെ പഠനം കഴിഞ്ഞ ഒരു കമ്പനിയിൽ അവൻ ജോലിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ കൊടുക്കാമെന്ന് പറയുന്ന സാലറി 2000, 1000 അപ്രന്റീസ് ആയിട്ടാവാം, കുറച്ച് പേയ്മെന്റ് അങ്ങോട്ട് കൊടുത്തിട്ടാവാം. ഇവൻ ഒരു തുണിക്കടയിൽ പോയിട്ട് എനിക്ക് ജോലി വേണമെന്ന് പറയുമ്പോ അവന് കൊടുക്കാന്ന് പറഞ്ഞ സാലറി 14,000, 16,000. ഇതൊക്കെയാണ് ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഇവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബൈക്ക് വാങ്ങണം, കാറ് വാങ്ങണം, അല്ലെങ്കിൽ പെൺപിള്ളേരെ സംബന്ധിച്ച് അതിനനുസരിച്ചിട്ടുള്ള കുറെ ആവശ്യങ്ങൾ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇവര് ശ്രദ്ധിക്കണത് ഇവർക്ക് കുറച്ച് പൈസ കിട്ടാന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം പഠിച്ചു, ഇനി കുറച്ച് പൈസക്ക് എൻജോയ് ചെയ്യണം. അപ്പൊ അതിന് നഷ്ടപ്പെട്ടു പോകുന്നത് അവരുടെ കരിയർ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ എനിക്ക് തരാനുള്ള ടിപ്പ് എന്താണെന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും പഠിപ്പ് കഴിഞ്ഞ ഒരു 2 or 3 കൊല്ലത്തേക്ക് പൈസ സാലറി എന്ന് പറയുന്ന കാര്യത്തിന് എന്ത് ചെയ്യരുത്, ഫോക്കസ് ചെയ്യരുത്. കാരണം ഒരു 23 വയസ്സ് 24 വയസ്സ് വരെ നിങ്ങൾ വീട്ടിലേക്ക് 1 രൂപ പോലും കൊടുത്തില്ലെങ്കിലും വീട്ടുകാർ എന്ത് പറയില്ല, ഒരു പരാതിയും പറയില്ല. പക്ഷെ 25 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ മാരേജ് വഴി നമുക്ക് റെസ്പോൺസിബിലിറ്റി വരും. അപ്പോഴേക്കും ഒരു കരിയർ ഡെവലപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? നമുക്ക് യാതൊരു ഗുണമുണ്ടാവില്ല. അപ്പൊ 22 വയസ്സിൽ തുണിക്കടയിൽ ജോയിൻ ചെയ്ത് ഒരുത്തൻ 3 കൊല്ലം തുണിക്കടയിൽ ജോയിൻ ചെയ്ത് 12,000, 15,000 ഒരു ശമ്പളം കിട്ടിയിട്ട് 3 കൊല്ലം കഴിഞ്ഞ് അവൻ അവന്റെ പഠിച്ച ഫീൽഡിൽ ഫ്രഷ് ആയിട്ട് ചെല്ലുമ്പോൾ അവന് സാലറി കൂടുതൽ കിട്ടും, കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പഠനം തുടങ്ങി നമ്മളൊരു കരിയറിലേക്ക് ബോൺ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് ജനിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം സാലറിക്ക് പ്രയോറിറ്റി കൊടുക്കാതെ നിങ്ങളുടെ കരിയർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റി മാത്രം മനസ്സിൽ വെക്കുക. 3 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തുണിക്കടയിൽ കിട്ടുന്നേക്കാളും സാലറി കിട്ടും. പക്ഷെ തുണിക്കടയിൽ 15,000, 16,000 ആണെങ്കിലും 10 കൊല്ലം കഴിഞ്ഞാലും എത്ര രൂപ കൂടാൻ ചാൻസ് ഉണ്ട്? ഒന്നും കൂടാൻ പോകുന്നില്ല. ഇത് തന്നെയായിരിക്കും സെയിം. ഇതായിരിക്കും എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത്. സോ എനിക്ക് നമുക്കിപ്പോ എങ്ങനെ ഒരു കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കരിയറിൽ, അത് കരിയർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നതും എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം അവരുടെ സാലറി കൂടുക എന്നുള്ളതൊക്കെ വെക്കണം. എന്നാൽ പോലും ഇതിന്റെ ഒരു വിസിബിൾ റിസൾട്ട് ആക്കണം. കാരണം നമ്മൾ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ടീം എഫേർട്ടാണ്. ഒരുപാട് പേര് അതിൽ പല ഡെസിഗ്നേഷൻസിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിസിബിൾ റിസൾട്ട് തന്നെയാണ് അവരെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ഒരു ഹൈറാർക്കി കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പലപ്പോഴും സ്വന്തമായിട്ട് അത് വളരെ വ്യക്തമായിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതായത് പല നല്ല എംപ്ലോയീസും പല സ്ഥാപനത്തിൽ നിന്നും മാറേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രസന്റേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ഡെസിഗ്നേഷൻ ആണെങ്കിലും ഇനി ഈവൻ ആള് ചെയ്ത കാര്യങ്ങള് അവരുടെ ഉള്ളിൽ വെച്ചു അല്ലെങ്കിൽ അതിന് റിപ്പോർട്ട് കൊടുത്തു എന്നതൊക്കെ ചെയ്തിട്ടുണ്ടാവും ഒഫീഷ്യലി, പക്ഷെ അത് പറയണം പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിസിബിൾ റിസൾട്ട് എന്ന് പറയുന്നത് സിൻസിയർ ആയിട്ട് തന്ന ജോലികൾ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മുടെ കരിയർ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് ഇതൊന്നും നമ്മള് ഒരു ബുക്ക് വായിച്ചിട്ടോ യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ നിങ്ങളുടെ അടുത്ത് പറയണതല്ല. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കാൻഡിഡേറ്റ്സിന്റെ ഫീഡ്ബാക്ക് പ്രകാരമാണ് ഞങ്ങൾ ഇത്രയും ഒരു കണ്ടെത്തലുകൾ നടത്തിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. സോ ഇതേപോലെയുള്ള കൂടുതൽ സബ്ജക്റ്റുകൾ നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണാം. ഒപ്പം തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരുടെ അടുത്ത് അവരുടെ CV അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇത്തരം ട്രെയിനിങ്സുകളൊക്കെ കൊടുത്ത് അവരെ നല്ലൊരു കരിയർ നമുക്ക് അവർക്ക് ഡെവലപ്പ് ചെയ്യിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വേറെ കാര്യങ്ങളൊന്നും കമന്റുകളും ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.